ആക്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ സ്ക്രീനിൽ അത് കണ്ടിട്ടില്ല. നോക്കട്ടെ പച്ച കുതിരയുടെ എങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അത് ആക്ട് ചെയ്തിട്ടില്ല. ബായ് കൂട്ടറാ ആടാ. ഞാൻ കിക്കില ഇത് മാറ്റിയില്ല, ടൈറ്റിൽ മാറ്റിയിട്ടില്ല അതിന്റെ. ഡേ 11 സെയിം. എന്താ എടാ എത്രാമത്തെ മിനിറ്റിലാടാ ഇത് കട്ടാവും? എടാ ഞാൻ മറന്നു. ഇത് എത്രാമത്തെ മിനിറ്റിലാ? ഓക്കെ കിടിലം പോലെ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ കണ്ടു. ദിലീപിന്റെ നല്ലൊരു ആക്ടിങ് സീൻ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ദിലീപിനെക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കാം. ഓക്കെ ഷെജോൺ എസ് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ബ്രോ നോർമലായി ഇരിക്കുമ്പോഴാണ് കറക്റ്റ് പച്ചകുതിര. ഇങ്ങനെ ഞാൻ സ്ട്രീമിൽ കാണാന്. നമസ്കാരം. വണ്ടി വന്ന് നിൽക്കണോ നിങ്ങളായിരിക്കും ഉദ്ദേശിച്ചില്ല. റണ്ണിങ് ടൈം വെച്ച് നോക്കുമ്പോ ഒരു 10 മണിയൊക്കെ ആവുന്ന വിചാരിച്ചേ. ആക്ടിങ് ക്ലാസ്സിന് പോണം. ബെറ്റർ ആക്കണം. എടാ കാണിക്കുന്നട ഇത് എന്താണടാ ഇത്? അയ്യേ എടാ ഇത് കുണ്ണാൻ ഞങ്ങൾക്ക് കാണാനില്ല. എനിക്കിത് കാണണ്ട. എന്താ പുണ്ടച്ചി മോന? എന്താണ്? ഞാൻ ആക്ടിങ് ക്ലാസ്സിലാ. എനിക്കിത് കാണണ്ട. അവിടെ മുത്ത് നാളെ തന്നെ ആക്ടിങ് ക്ലാസ്സിൽ ഏടെങ്കിലും ജോയിൻ ആവുന്നുണ്ട്. അങ്ങനെ ആക്ടിങ് ബെറ്റർ ആണ്. എല്ലാവരും സിനിമയിൽ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും കയറാൻ കഴിയുമെന്ന് തോന്നില്ലടാ. എടാ ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്സ്റ്റർ എത്രയോ ബെറ്റർ ആക്ടറാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ ഇപ്സ്റ്റർ ഇങ്ങനെയാണ് എനിക്ക് കയറാൻ പറ്റുമെന്ന് തോന്നില്ലടാ. ആ റോള് ഇപ്സ്റ്ററിനെ ചെയ്യണ്ടേന്ന് കാര്യം പറയാലോ മുത്തേ. എടാ അത് എന്തൊരു ഞാനിത് കാണുന്നില്ലടാ. അപ്പൊ ഞാൻ ലൈവിൽ ഇങ്ങനെയൊന്നും ആക്ട് ചെയ്യുന്ന എൻ്റെ മൈൻഡിൽ ഞാൻ കിള്ളം പോലെ ചെയ്യുന്നതാണ് എൻ്റെ വിചാരം. ഞാൻ ഇന്നലെ ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡിൽ ഇത് കണ്ടിട്ട് സിനിമക്കാരനെ വിളിക്കും അങ്ങനെയല്ലാന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഇതിപ്പോ കാണും ഇതെന്ത് മൈരാതെ ചെയ്തു വെച്ചിട്ട് അത്രയും പെട്ടെന്ന് ആക്ടിങ് ക്ലാസ്സിൽ ജോയിൻ ആവുക, കിടിലം പോലെ ഇത് ഇമ്പ്രൂവ് ആക്കുക. വേറെ വഴിയില്ല. കാര്യം പറയാലോ. ഡിസപ്പോയിന്റഡ് ബ്രോ. ഞാൻ കാര്യം പറയാം. ഞാൻ എന്നിൽ തന്നെ ഞാൻ ഡിസപ്പോയിന്റഡ് ആയി. കാര്യം പറയല്ലോ. എന്താ നോക്കാൻ പറഞ്ഞ നേരത്തെ? ഇത് പബ്ജി ക്ലിപ്സാ, ബിഗ് ബോസ് ക്ലിപ്സ് ഏതാ നോക്കാൻ പറഞ്ഞല്ലോ? ശരണ്യ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. അയ്യേ പൗരുഷം പോയി. എങ്ങനെ പോയത്? അത് ആക്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മള് ഇത് സിനിമക്ക് വേണ്ടി നമ്മൾ ഏത് അറ്റം വരെ പോകും. അങ്ങനെയാണ് ഇതല്ല. അങ്ങനെയാണ് പിന്നെ ദിലീപ് ചാന്ത് തൊട്ട് ആക്ട് ചെയ്തപ്പോ എന്താ ദിലീപിന്റെ പൗരുഷം പോയാ? അതെന്തണ്ടി പൂറിയുമ്പോൾ നീ എന്തുമാന ഉണ്ടല്ലോ. നിന്റെ ഇതാക്ക് ചരണ്ടയാ നിൽക്കുക.
ഇങ്ങോട്ട് വരണ്ട കേട്ടോ. അവിടെ ബാൻ ചെയ്യടാ. ഓളെ ബാൻ ചെയ്യും. ആ ഷർട്ടിന്റെ കളർ വെള്ളയാ. നീ ആ ഫോട്ടോ നീക്കോ നോക്കട്ടെ. പ്രാങ്കാ ചേട്ടാ ഒരു മിനിറ്റ്. ആ ഞാൻ ചോദിച്ചു കൊടു. അല്ല വേഷ കെട്ടിയാണ്. ഇതല്ല അല്ല എന്തെങ്കിലും വേഷ കെട്ടിയാണ്. ഇതല്ലേ. ആ ആള് മാറിപ്പോയി. ഇവിടെ വിളിച്ച അതിനെ കൂട്ടി ആള് വന്ന് നിന്നെ വന്ന് പൊക്കൊണ്ട് പോകും. അല്ല കളി കളിക്കല്ലേട്ടാ. നീ താടി പിടിക്കുന്ന ആരാടാ നീ? നീ എന്താ പ്രാങ്ക് ഗോൺ റോങ്. ഇതൊരു പ്രാങ്ക്. പിടിച്ചിട്ടല്ല അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ മൊത്തിക്ക കൊള്ളുന്ന സൗണ്ട് കിട്ടില്ല. ഇങ്ങനത്തെ കൊറേ കുണ്ണകൾ ഇപ്പൊ പ്രാങ്ക് പറയുന്ന പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. കാര്യം പറയല. ആൾക്കാരെ ഇടങ്ങാറാക്കുന്ന പ്രാങ്കുമായിട്ട് ഇറങ്ങുന്നുണ്ട് കുറെ നായന മക്കള്. കാര്യം പറയല. ആകെ പ്രാങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാംലെസ് ആയിട്ട് ആൾക്കാർക്ക് ഇടങ്ങാറാവാത്ത രീതിയിൽ പ്രാങ്ക് ചെയ്യുക. വെറുതെ വെക്കിട്ട് കയറാൻ വേണ്ട. പ്രത്യേകിച്ച് കണ്ണൂരാവറ്റാണെങ്കിൽ ഇവന്റെ മൂക്ക് കുത്തി പൊളിച്ചിട്ടുണ്ടാവും. കാര്യമല്ല. ഇത് ഈ ചേട്ടനായിക്കൊണ്ട് എന്തോ ഭാഗ്യം. കണ്ണൂർ നാട്ടിൽ പരിപാടി മൂക്കിൽ കുത്തോണ്ടിട്ടുണ്ടാവും. ആകെ ആൾക്കാർക്ക് അടങ്ങാറില്ലാണ്ട് ഹാംലെസ് ആയിട്ട് പ്രാങ്ക് ചെയ്യുന്ന 2-3 ആൾക്കാരേ ഉള്ളൂ. എനിക്ക് പരിചയമുള്ള കുറച്ച് 2-3 ആൾക്കാരേ ഉള്ളൂ. ആരോ മനസ്സിലായി. ബാക്കി എല്ലാം ഇങ്ങനത്തെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇത് കൊള്ളണ്ടേടാ. കൊള്ളണ്ട ഡബ്ല്യൂ അത് കൊള്ളണ്ട സാധനം. ഒന്നും കൂടി കൊണ്ട് 2 3 ഏത് അത് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഒന്നുകൂടി കാണാലോ. അതിനെ കൂട്ടി ആള് വന്ന് നിന്നെ വന്ന് പൊക്കൊണ്ട് പോകും. അല്ല കളി കളിക്കല്ലേട്ടാ. നീ താടി പിടിക്കുന്ന ആരാടാ നീ? നീ എന്താ ഇതൊരു പ്രാങ്ക്. പിടിച്ചിട്ടല്ല അങ്ങനെ ജസ്റ്റ് തൊട്ട വൈറലാകാൻ ഇറങ്ങിയത് പാവം. ഇനി വയറ്റിന്ന് പോയിക്കോളും നല്ലോണം. പാവട കാര്യം ഫായിസ് ഇബ്രാഹിം. ഫായിസ് ഇബ്രാഹിം ചെക്കൻ ആംലെസ് ആയിട്ട് അത് കോമഡി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഈ വയലൻസ് പ്രാങ്ക് ചെയ്യുന്ന കുണ്ടങ്ങളുണ്ട്. അവർക്കാണ് കൊള്ളേണ്ടത്. അവരിങ്ങനെ ആൾക്കാരെ അടങ്ങാറാക്കുന്ന പ്രാങ്ക് ചെയ്യുന്നവർക്ക് കൊള്ളേണ്ടത്. ഫായിസ് ഇബ്രാഹിമിലെ കിടിലം പോലെയാണ് പ്രാങ്ക് ചെയ്യുന്നത്. കാര്യമല്ല കിടിലം പോലെ പ്രാങ്ക് ചെയ്യുന്നത്. ഹാംലെസ് ആയിട്ട് പ്രാങ്ക്. പിന്നെ മറ്റേ കളിക്കാരൻ TV ഓലെല്ലാം കിടിലം പോലെ അടിപൊളിയായിട്ട് പ്രാങ്ക് ചെയ്യുന്നു. മനസ്സിലാവും. ഇത് കുറേ എണ്ണം ലാൻഡ് ഹോസ്പിറ്റൽ ഇവിടെയാണ് നമുക്ക് ഡോക്ടറെ കാണിക്കണം. ലാഗ് അവിടെ ലാഗ് ഉണ്ടോ? സ്പീഡ് എത്ര നോക്കട്ടെ. സ്പീഡ് നോക്കട്ടെ. മേ 200 MB ഡൗൺലോഡ് നോക്കട്ടെ. അപ്ലോഡ് എത്ര നോക്കട്ടെ. നായ്ക്കള് ഇവിടെ 1 MB കിടന്നൊക്കെ. ഞാൻ ബിട്രേറ്റ് കുറച്ചിടട്ടെ. എന്തോരവസ്ഥയാണെന്നുള്ളത്. 1 MB അടി. ഇപ്പൊ നോക്കിയ ഓക്കെ ആയോ? ഒരു മിനിറ്റ്. ഏഷ്യാനെറ്റിന്റെ ഇത് ഞാൻ മാറ്റിയിട്ടാ. ഞാൻ ഇപ്പൊ കേരള വിഷന്റെ മാറ്റിയിട്ട. അതാന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല. നോക്കട്ടെ. നോക്ക്. ഏഷ്യാനെറ്റിന് എത്ര കിട്ടും കേട്ടോ. അവിടെ ഇപ്പായാ ജിയോ ഫൈബർ. അവിടെ ജിയോ ഫൈബർ ഞാൻ വിളിച്ച് കയ്യും കാലും പിടിച്ചടാ. ഞാൻ ജിയോ ഫൈബറിന്റെ കയ്യും കാലും ഞാൻ പിടിച്ച്. ജിയോ ഫൈബർ ഇങ്ങോട്ടേക്ക് പെർമിഷൻ ഇല്ല. അവർ വയറ് വലിക്കുന്നില്ല. അതാണ്. അടി ഇപ്പൊ ഓക്കെ അല്ലേ? ഞാൻ മാറ്റി കുത്തി. അടി ഇപ്പൊ ഓക്കെ അല്ല. അമ്മയില് കേരള വിഷനിൽ 0.5 ഏഷ്യാനെറ്റിൽ 11 MB. എന്ത് മൈരല്ലേ 2 ഫക്ക് ബ്രോ. ഇപ്പൊ ഓക്കെ അല്ലേ? നെറ്റ് ഓക്കെ അല്ലേ? ലാഗില്ലല്ലോ. ചെക്ക്. അടി ഇത്രയും കാലം അവരെ തെറി വിളിച്ചിട്ട് എനിക്ക് മടുത്ത്. ഇനി നല്ലതിലൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ഞാൻ ചിലപ്പോ സ്നേഹം കൊണ്ടൊരു എനക്കൊന്ന് ഇവരെ തെറി വിളിക്കുന്നേറ്റാണ് ഇവര് ഇങ്ങനെ ചെയ്യുന്ന എന്നോട്.
അനക്ക് വന്ന് ഒരു നല്ല സ്നേഹത്തിലൊന്ന് സംസാരിച്ചു നോക്കി, ചിലപ്പോൾ ശരിയാക്കി തരോടാ. ഇത് കൂടിയല്ല അപ്ലോഡ്. എടാ കൂടി ശരിയായി. ഓക്കെ എടാ ശരിയായി. സ്പീഡ് കൂടി നിനക്ക് ബിട്രേറ്റ് കൂട്ടട്ടെ. അല്ലെ ബിട്രേറ്റ് കൂട്ടണം. അതിന് അഥവാ കുറച്ച് കഴിഞ്ഞാൽ പോയാലോ. എടാ ലാഗ് വരുന്നുണ്ടെങ്കിൽ പറയണേ, നെറ്റ് സീനാന്നുണ്ടെങ്കിൽ പറയണേ, എന്തായാലും എന്നോട് പറയണേ. കുറച്ച് കൂട്ടിയിടാം ബിട്രേറ്റ്. അല്ലോ വേണ്ട മോനെ, ഇത് കുറഞ്ഞ് എനക്ക് പേടിയാന്ന് ഒത്തേ. ഈ നായണ മക്കളുണ്ടല്ലോ, ഇത് ഗെയിം കളിക്കുമ്പോൾ നല്ല വൈപ്പെല്ലാം ചെയ്യുമ്പോഴായിരിക്കും ഇത് മൂഞ്ചു. അതാണ് എൻ്റെ പേടി. മുത്തേ അവിടെ ഓക്കെ അല്ലേ? നെറ്റ് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. പുഷ്പ 2 സോങ് ഞാൻ കേട്ട് അലാക്കി. ഇതെന്താ കൈരളി ഡബ് ഞാൻ കേട്ടോ? ഞാൻ കേട്ട്. വേറെ പറ. ലാഗ് ആയാടാ. എടാ മാക്ക, അയ്യോ മാക്, നെറ്റ് കട്ടാവുന്നുണ്ടോ ബ്രോ? ഇപ്പൊ ഓക്കെ ആയാ നോക്കിയ, ചെക്ക് ചെയ്ത. പുതിയ മാക്കിയുടെ വന്ന സ്ഥിതിക്ക് പുതിയ മാനേജറായിട്ട് ഞാൻ അപ്പോയിന്റ് ചെയ്തടാ. പഴയ ആൾക്കാരെല്ലാം പിരിച്ചുവിട്ട്. പഴയ ആൾക്കാർ മാക്ക് എൻ്റെ ഒന്നിച്ച് നിന്ന് എനിക്ക് എല്ലാം ചെയ്തു വാങ്ങുന്നതാ. എല്ലാം എന്തിനും റെഡിയാന്ന് പറഞ്ഞ, കുഞ്ഞിഞ്ഞ് തരാൻ വരെ, കടന്നു തരാൻ വരെ. മാക്കാണ് വെറുതെ തമാശ പറഞ്ഞത്. മാക്ക് കിള്ളം പോലത്തെ മാനേജറാണ്. ഡബ്ല്യു മാനേജർ എല്ലാ കാര്യം നോക്കി ചെയ്തോ. അടി നെറ്റിന്റെ ഒന്ന് ഫിക്സ് ചെയ്യണം. നോക്കി ചെയ്യും. ഓക്കെ ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ ലെറ്റ്സ് ഗോ. ആർപി കയറണം. നോക്ക സ്റ്റേബിൾ ആയിട്ട് കുറച്ച് സമയം നെറ്റ് ഓക്കെ ആണ്. ഞാൻ ആർപി കയറും. ഓക്കെ. മാതാലാൻഡ് ഹോസ്പിറ്റൽ, ഇവിടെയാണ് നമുക്ക് ഡോക്ടറെ കാണിക്കേണ്ടത്. എന്ത് മാതാലാൻഡ്? ഇത് മറ്റേ ഇത് ഈവിൾ ജെറ്റ് അല്ലേ? ഇവർക്ക് ശരിക്കും ഒരു വിദ്യാഭ്യാസം പോട്ടെ. ഞാൻ 9 വരെ പഠിച്ചിട്ട് നമ്മളും വിദ്യാഭ്യാസം ഇല്ല. പക്ഷെ ഒരു ബേസിക് സാധനം അറിയാണ്ട് എങ്ങനെയാടാ ഇവര് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇവിടെയാണ് നമുക്ക് ഡോക്ടറെ കാണിക്കേണ്ടത്. മാതാലാൻഡ് ഹോസ്പിറ്റൽ. അതെങ്ങനെയാടാ അങ്ങനെ വായിക്കുന്നത്? അത്രയും ബുദ്ധി എങ്ങനെയാണ് കുറെ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. കാര്യം പറയാലോ. കുറച്ചു ദിവസമായിട്ട് ഞാൻ പാടുന്നത് കുറച്ച് ഇമ്പ്രൂവ് ആവുന്നില്ല അല്ലേ? എൻ്റെ പാട്ട് ഇമ്പ്രൂവ് ആവുന്നില്ലേ ശരിക്കും? ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? കാര്യം അതുണ്ട്. എനിക്കൊന്ന് ഇങ്ങനെ ഓരോ ദിവസം ഇടക്കിടക്ക് ഓരോ പാട്ട് പാടി ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് എടുത്താൽ മതി. Which is the national park in India? Narendra Modi. In हवाओं में कभी पुष्पा राज. ഇതെന്ത് കൊക്ക് കായലിന്റെ അടുക്ക് തൂറാൻ നിൽക്കുന്ന പോലില്ലേ? കാലും കൊക്കി ഇതേത് സ്റ്റെപ്പടാ? അടി നമുക്ക് ട്രൈ ചെയ്താലോ? അവിടെ ശരിക്കും പുഷ്പയുടെ സ്റ്റെപ്പ് ഇങ്ങനെയാ? അവിടെ ഒരു മിനിറ്റ്. പുഷ്പയുടെ സ്റ്റെപ്പ് എങ്ങനെയാ? പുഷ്പ ഡാൻസ് ട്യൂട്ടോറിയൽ. ഞാൻ എല്ലാ സ്കിൽസും കൂട്ടിക്കൊണ്ടിരുന്ന കാര്യം പറയാം. ഓക്കെ നോക്കട്ടെ. ഏതോ അടിക്കുക നല്ലതാരാ ചെയ്തുള്ളത്. ഓക്കെ
Pushpa 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 Raj നോട്ടാ ആക്ഷേപ്പാ pushpa 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 Raj നോട്ടാ ആക്ഷേപ്പാ ഇല്ല ഒരു ഫസ്റ്റ് ട്രൈ ആണ് ആയിട്ടില്ല ഫസ്റ്റ് ട്രൈ ആണ് കറക്റ്റ് ഒന്ന് നോക്കട്ടെ ആദ്യം കാല് ഇതാക്കിയിട്ട് pushpa pushpa